കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്ത സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കൽ സഭ വിട്ടു പോകണമെന്ന് നോട്ടീസ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സഭാംഗം വയനാട് കാരയ്ക്കാമല മഠത്തിലെ മദർ സുപ്പീരിയറാണ് നോട്ടീസ് നൽകിയത്. സഭാ നടപടികൾ ഖേദകരമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര പ്രതികരിച്ചു. സന്യാസം തുടരുമെന്നും അവർ അറിയിച്ചു. സന്യാസം ഉപേക്ഷിക്കില്ല, വ്രതം തുടരാനാണ് തീരുമാനം. മുമ്പ് 3 തവണ സഭ നോട്ടീസ് നൽകിയിരുന്നു. അന്ത്യശാസനം എന്ന നിലയിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭയുടെ നിലപാടിനെതിരെ പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. സഭ നൽകിയ 3 നോട്ടീസിനും കാനോൻ നിയമവും ചട്ടവും പ്രകാരം മറുപടി നൽകിയിരുന്നെന്നും സിസ്റ്റർ ലൂസി കളപ്പുര വ്യക്തമാക്കി. സിസ്റ്റർ സഭ വിട്ട് പുറത്തു പോയില്ലെങ്കിൽ പുറത്താക്കുമെന്നാണ് ഭീഷണി. സഭാ സിനഡ് തീരുമാനം മറികടന്ന് ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തെന്നാണ് സിസ്റ്റർക്കെതിരായ പ്രധാന കുറ്റം. കാറ് വാങ്ങിയതും ശമ്പളം മഠത്തിന് നൽകാത്തതും ദാരിദ്ര്യവ്രതത്തിന് വിരുദ്ധമാണെന്നും നോട്ടീസിൽ പറയുന്നു. അതേസമയം സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായ ഭിന്നതകൾ ഉയർന്നതിനെ തുടർന്ന് ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ പങ്കെടുത്തുവെന്ന കുറ്റം ഇന്ന് ലഭിച്ച നോട്ടീസിൽ പറയുന്നില്ല. സഭ വിട്ടില്ലെങ്കിൽ അടുത്ത മാസം 16-ന് മുമ്പ് കാരണം അറിയിക്കണം. കാനോൻ നിയമപ്രകാരം ഒരു കന്യാസ്ത്രീ പാലിക്കേണ്ട ചട്ടങ്ങൾ സിസ്റ്റർ ലൂസി മറികടന്നെന്നും നോട്ടീസിൽ ആരോപിക്കുന്നു. ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ പങ്കെടുത്തതും സിസ്റ്റർ പുതിയ കാർ വാങ്ങിയതും പുസ്തകം പ്രസിദ്ധീകരിച്ചതും അനുമതിയില്ലാതെയാണെന്നും കാണിച്ചാണ് ആദ്യം നോട്ടീസ് നൽകിയത്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കാനോൻ നിയമം അനുസരിച്ച് നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിസ്റ്റർ സഭയുടെ കൊച്ചി ആസ്ഥാനത്തെത്തി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നായിരുന്നു ആവശ്യം. സിസ്റ്റർ നേരിട്ട് ഹാജരാകാതെ വിശദീകരണം നൽകി. ഇതേ തുടർന്ന് രണ്ടാമതും നോട്ടീസ് നൽകിയിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരായ സമരത്തിൽ പങ്കെടുത്ത ശേഷം വയനാട്ടിലെത്തിയ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കലിനെ സഭാ ശുശ്രൂഷകളിൽ നിന്ന് വിലക്കിയിരുന്നു. തുടർന്ന് വയനാട് കാരയ്ക്കാമല പള്ളിയിൽ ഇടവക അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തുകയും സഭ മുട്ടുമടക്കുകയുമായിരുന്നു. രണ്ടാമത് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയെങ്കിലും വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞാണ് വീണ്ടും നോട്ടീസ് നൽകിയത്. ഇതെല്ലാം കാനോൻ നിയമപ്രകാരം സിസ്റ്റർ ലൂസിയെ പുറത്താക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമമായിരുന്നെന്ന് ഇപ്പോൾ വ്യക്തമായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.